ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓവർ എണ്ണൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. ഓവർ എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്കും പൊരിച്ച കടികളൊന്നും ഓവർ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. ചെറിയൊരു ഫില്ലിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയിലൊക്കെ ചെയ്തെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അല്ലാതെ ചെയ്തെടുക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണ് മൈദമാവ് ഞാൻ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഒട്ടിയിട്ട് നിൽക്കും. അപ്പോൾ മുകളിൽ വേറൊരു ബ്രെഡും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2-3 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു പാനിലേക്ക് ജസ്റ്റ് ഇതുപോലെ സൈഡൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല പോലെ ഒട്ടിയിട്ട് കിട്ടും കേട്ടോ. പ്രശ്നമൊന്നുമില്ല, പൊട്ടി പോവാതെ തന്നെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കുള്ള ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, നല്ല ഈസിയാണ്. ഓവർ ഓയിലൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഓവർ ഓയിലൊന്നും ഇല്ലാതെ കഴിക്കുന്ന സ്നാക്കിനേക്കാൾ നല്ലത് ഇതുപോലത്തെ സ്നാക്കൊക്കെ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.